Hi all, welcome to another episode of Shrutis Learning Square. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിനോണിം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഡിസ്ഗസ്റ്റ്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് എന്നാണ് അർത്ഥം. എന്താണ് ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് എന്നാണ് അർത്ഥം. എന്താണ് ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ലാത്തത് അല്ലേ, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിനെയാണ് നമ്മൾ ഡിസ്ലൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലൈക്ക്. ഇനി എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം. ഡിസ്ഗസ്റ്റ്, അതിനകത്ത് തന്നെ ഒരു വേർഡ് ഉണ്ട് ഗസ്റ്റ് എന്ന്, ശരിയല്ലേ? അപ്പോൾ ചില ഗസ്റ്റുകൾ വരുന്നത് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ചില ഗസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് GUEST ആണ് കേട്ടോ. അപ്പോൾ ഡിസ്ഗസ്റ്റ് അതായത് ചില ഗസ്റ്റിനെ ഡിസ്ലൈക്ക്, അതായത് ആ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ല എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഡിസ്ലൈക്ക്. ക്ലിയർ ആണല്ലോ? ഗസ്റ്റ് വരുന്നത് ഇഷ്ടമല്ല, അതാണ് ഡിസ്ലൈക്ക് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം. ഓവർജോയ്ഡ്. ഓവർജോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുബിലൻറ്റ് കേട്ടോ, അല്ലെങ്കിൽ ജുബിലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഓവർജോയ്ഡ്, ഭയങ്കര സന്തോഷം കേട്ടോ. അതിനെയാണ് നമ്മൾ ഓവർജോയ്ഡ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ലിങ്ക് ചെയ്യണേ നോക്കാം. അതായത് ജുബിലൻറ്റിൻ്റെ നമ്മളൊരു ജൂബിലി ആയിട്ട് കൺസിഡർ ചെയ്യുക, ഒരു ആനിവേഴ്സറി ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, ജൂബിലി കേട്ടല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം. അതായത് ജുബിലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഓവർജോയ്ഡ്, അല്ലെങ്കിൽ ഓവർജോയ്ഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ജുബിലൻ്റ്, സന്തോഷമുള്ളൊരു കാര്യമാണ് ജൂബിലി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് അസോസിയേറ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വേർഡ് നോക്കാം. ഗ്രേവ്. ഗ്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. ഗ്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്. അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? ഗ്രേവ് യാർഡ് എന്നൊക്കെ പറയണേക്കാം, ശ്മശാനം, ശരിയല്ലേ? അപ്പോൾ അവിടെയൊക്കെ നമ്മളെങ്ങനെ നിൽക്കുന്നത്? സീരിയസ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റും. ഗ്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്. ഇതെല്ലാം പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. വൊക്കാബുലറിക്ക് മാത്രമായിട്ടൊരു നോട്ട്ബുക്ക് വയ്ക്കുക, അതിനകത്ത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ പ്ലോഡ്. PLOD, പ്ലോഡ്. പ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് സ്ലോലി എന്നുള്ള മീനിങ് ആണ്, പതുക്കെ നടക്കുക. പ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് സ്ലോലി. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? പ്ലോഡ് നമുക്കറിയാം, ഐപോഡെന്ന് ഞാൻ ഇതിനെ എടുക്കുകയാണ്. പ്ലോഡിനെ ഞാൻ ഐപോഡായിട്ട് എടുക്കുക കേട്ടോ. ഐപോഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർ എങ്ങനെ നടക്കുന്നത്? ഭയങ്കര പതുക്കെ ആയിരിക്കും നടന്നു പോകുന്നത്, ശരിയാണല്ലോ? അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റൈലിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ പ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്ലോലി. ക്ലിയർ ആണല്ലോ? പ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വാക്ക് വെരി സ്ലോലി. നെക്സ്റ്റ് വൺ നോക്കാം. പ്ലീഡ്. പ്ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിക്വസ്റ്റ്, അതായത് അപേക്ഷിക്കുക. പ്ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിക്വസ്റ്റ്. അപ്പോൾ അപേക്ഷിക്കുക എന്ന് പറഞ്ഞതിനൊക്കെ വേറൊരു വേർഡല്ലേ, പ്ലീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെയല്ലേ പ്ലീഡും വരുന്നത്. അപ്പോൾ പ്ലീഡും പ്ലീസും ആയിട്ടൊക്കെ ഒന്ന് ലിങ്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ് വരുന്നത്? അപേക്ഷിക്കുക, അതായത് ടു റിക്വസ്റ്റ്. നെക്സ്റ്റ് വൺ പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്നെസ് എന്നാണ് അർത്ഥം. എന്താണ് പ്രോക്സിമിറ്റി? ക്ലോസ്നെസ്. അതായത് നമ്മൾ പറയാറില്ലേ അപ്രോക്സിമേറ്റ്, അതായത് എത്ര ക്ലോസ് ആണ് അല്ലേ. അപ്പോൾ ക്ലോസ് ആയിട്ടുള്ളൊരു വാല്യൂ, ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ക്ലോസ്നെസ്. നെക്സ്റ്റ് വൺ നോക്കാം. ഡിസ്മാൽ. ഡിസ്മാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂമി എന്നാണ് മീനിങ്. ഡിസ്മാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂമി. എന്താണ് ഗ്ലൂമി? നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് നീ ഇന്ന് ഭയങ്കര ഗ്ലൂമി ആയിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അർത്ഥം എന്താ? ഇത്തിരി വിഷമം പിടിച്ച്, അതായത് സാഡായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂമി. എങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും? ഡിസ്മോളിനകത്ത് സ്മോൾ എന്നുള്ളൊരു വേർഡ് ഉണ്ട്, ശരിയല്ലേ? ആ സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറുത് ആണല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ചെറുതാണ് അല്ലെങ്കിൽ നമ്മൾ വളരണില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നമ്മൾ ഇത്തിരി ഗ്ലൂമി ആയിട്ടിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്തോളൂ. ഡിസ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂമി. നെക്സ്റ്റ് വൺ പാത്തറ്റിക്. പാത്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പത്തറ്റിക് എന്നാണ് മീനിങ്. സിമ്പത്തറ്റിക് അതായത് സിമ്പതി തോന്നുക, ആ ഒരു മീനിങ് ആണ് പാത്തറ്റിക്. പാത്തറ്റിക് എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുക, അതായത് സിമ്പത്തറ്റിക് എന്നുള്ളൊരു മീനിങ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വേർഡായിരിക്കും. പാത്തറ്റിക്, സിമ്പത്തറ്റിക്, എല്ലാത്തിലും ഈ സിമ്പത്തറ്റിക്കിനകത്തും പാത്തറ്റിക് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്താലും മതി. നെക്സ്റ്റ് വേർഡ് നോക്കാം. ഹോട്ടി. ഹോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരഗൻ്റ് എന്നുള്ളതാണ് മീനിങ്. എന്താണ് അരഗൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭയങ്കര ദേഷ്യത്തിൽ, ഒരു അരഗൻ ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പറയും. ഒരു പ്രത്യേക ഒരു സ്വഭാവം, ഒരു ദേഷ്യത്തിലുള്ളൊരു സ്വഭാവം, അങ്ങനെയൊക്കെയാണ് നമ്മൾ അരഗൻ്റ്, റൂഡ്, ആ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഹോട്ടിയും അരഗൻറ്റും എങ്ങനെ ലിങ്ക് ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് നോട്ടി ആലോചിക്കുക, ഹോട്ടിക്ക് പകരം നോട്ടി ആലോചിക്കുക. ഒരാൾ ഭയങ്കരമായിട്ട് കുറുമ്പ് കാണിക്കുക അല്ലെങ്കിൽ നോട്ടി ആണെങ്കിൽ നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? അരഗൻ്റ് ആയിരിക്കും. നമ്മൾ ഇത്തിരി റൂഡായിട്ട് മാറും. അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യാം കേട്ടോ.
നെക്സ്റ്റ് വൺ നപ്റ്റൈൽസ്. നപ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ഡിങ് എന്നാണ് മീനിങ് കേട്ടോ. നപ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? വെഡ്ഡിങ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ഒക്കെ ആണെങ്കിൽ പുതിയ ടൈലൊക്കെ ഇട്ട് വീടൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കും, ശരിയല്ലേ? അപ്പം ടൈൽസ് TIALS അങ്ങനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പം നിങ്ങൾ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. ടൈൽസിൻ്റെ സ്പെല്ലിംഗ് TILES ആണ് കേട്ടോ. ഇവിടെ പറഞ്ഞേക്കുന്ന നപ്റ്റൈൽസ് ആണ്, TIALS ആണ്. അപ്പം നപ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? വെഡ്ഡിങ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. നപ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ഡിങ് ആണ്. പുതിയ ടൈൽ ഇടുന്നത് വെഡ്ഡിങ്ങിനാണെന്ന് ആലോചിക്കുക. അതായത് ന്യൂ ടൈൽസ് കേട്ടോ. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വേർഡ് നോക്കാം. റെസ്യൂം. റെസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറി. എന്താണ് റെസ്യൂം? സമ്മറി. അപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ റെസ്യൂം പ്രിപ്പയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ബയോഡാറ്റ റെസ്യൂമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഒരു ജനറൽ സമ്മറി, നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഏതിനൊക്കെ പോയി, അതിനുള്ള കുറിച്ചുള്ള ഒരു സമ്മറി, ആ ഒരു മീനിങ് ആണ് പറയുന്നത്. അപ്പോൾ റെസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? സമ്മറി. നെക്സ്റ്റ് വൺ ഹാരോ. ഹാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രബിൾ എന്നുള്ളതാണ് മീനിങ്. ഹാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രബിൾ. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം. ഹാരോനകത്ത് H ഒന്ന് മാറ്റിക്കോ, അതായത് ആരോ ട്രബിളിലാണ് എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഹാരോ ട്രബിൾ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ കോഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഹാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രബിൾ. അടുത്ത സിനോണിം നോക്കാം. ഡിലൈറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി പ്ലസൻറ്റ്, ഭയങ്കര പ്ലസൻ്റ് ആയിട്ടിരിക്കുക, അതായത് ഭയങ്കര സന്തോഷം, ആ ഒരു മീനിങ് ആണ് പറയുന്നത്. ഡിലൈറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി പ്ലസൻറ്റ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ ഫുൾ ലൈറ്റ് ഇട്ടു എന്ന് വിചാരിച്ചോ, ലൈറ്റ്ഫുൾ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ലൈറ്റ്ഫുള്ളിനകത്ത് ലൈറ്റ് ഫുള്ള്, അതിനെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ഫുൾ ലൈറ്റ് ഇട്ടു എന്ന് വിചാരിച്ചോ. എന്തിനായിരിക്കും? മിക്കവാറും വല്ല കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു സന്തോഷമുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഡിലൈറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? വെരി പ്ലസൻറ്റ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള സമയത്തായിരിക്കും വീട്ടിൽ ഫുൾ ലൈറ്റ് ഇടുന്നത്. വീട്ടിലെ ലൈറ്റ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. വീട്ടിലെ ലൈറ്റ് നമ്മൾ വെറുതെ ഓൺ ചെയ്യണത് കള്ളം വരുമ്പോഴായിരിക്കും. അതല്ലാണ്ട് വീടിന് ചുറ്റും നമ്മൾ ഈ മാല ബൾബൊക്കെ ഇടില്ലേ, ആ ഒരു കേസ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിലൈറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? വെരി പ്ലസൻറ്റ്. അടുത്ത സിനോണിം നോക്കാം. DART എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മൂവ് സഡൻലി ആൻഡ് ക്വിക്ക്ലി, പെട്ടെന്ന് മൂവ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് ഡാർട്ടിൻ്റെ കേട്ടോ. DART എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു മൂവ് ക്വിക്ക്ലി ആൻഡ് സഡൻലി. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും അറിയായിരിക്കും. കൊറിയർ സർവീസിലൊക്കെ നമുക്ക് ബ്ലൂ ഡാർട്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്ലൂ ഡാർട്ട് കൊറിയർ സർവീസ് ആലോചിച്ചാൽ മതി. നമുക്കറിയാലോ കൊറിയർ സർവീസിൽ ബ്ലൂ ഡാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയർ സർവീസ് ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? പെട്ടെന്ന് സാധനങ്ങൾ എത്തിക്കുക, ആ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഡാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മൂവ് ക്വിക്ക്ലി ആൻഡ് സഡൻലി. അടുത്ത സിനോണിം വിൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമിങ് എന്നുള്ളതാണ് മീനിങ്. വിൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമിങ്, അതായത് പ്രസന്നമായ, മനോഹരമായ, ആ ഒരു മീനിങ് ആണ് വിൻസമ്മിനുള്ളത് കേട്ടോ. അപ്പോൾ വിൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ചാമിങ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജയിച്ച് കഴിയുമ്പോൾ, കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ജയിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ എടുക്കുക, WIN കേട്ടോ. അപ്പോൾ വിൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമിങ് ആണ്, അതായത് വളരെ മനോഹരമായ അല്ലെങ്കിൽ പ്രസന്നമായ. നെക്സ്റ്റ് സിനോണിം നോക്കാം. ബാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ലൗഡ് ഷാർപ്പ് നോയ്സ്. എന്താണ്? സഡൻ ലൗഡ് ഷാർപ്പ് നോയ്സ്. അതിന് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? അതായത് നമുക്കറിയായിരിക്കും ബിഗ് ബാങ് തിയറി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായിട്ടുള്ള ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത്. ഒരു വലിയൊരു സ്ഫോടനം നടന്നിട്ടാണ് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്യുക. ബിഗ് ബാങ്, അതായത് ബാങ് കേട്ടോ. അപ്പോൾ ബാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ലൗഡ് ഷാർപ്പ് നോയ്സ് എന്നുള്ളതാണ് മീനിങ്. അടുത്ത സിനോണിം നോക്കാം. ബിസെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്ട്രേഞ്ച് അല്ലെങ്കിൽ അൺയൂഷ്വൽ എന്നുള്ളതാണ് മീനിങ്. എന്താണ്? ബിസെയറിൻ്റെ സ്പെല്ലിങ് BIZARRE. ഇതാണ് ബിസെയറിൻ്റെ സ്പെല്ലിങ്. ബിസെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്ട്രേഞ്ച് അല്ലെങ്കിൽ അൺയൂഷ്വൽ. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ലിങ്ക് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസെയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബസാർ ആലോചിക്കാം. ഒരു ബിഗ് ബസാർ, എല്ലാവർക്കും അറിയായിരിക്കും. ഈ മോളുകളിലൊക്കെ പോയി കഴിയുമ്പോൾ ബസാർ ഉണ്ടാവും, ഒരു ബിഗ് ബസാർ പോലെ ഉണ്ടാവും. അവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഈ കൊറോണ കാലഘട്ടത്തിൽ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ആരും ഉണ്ടാവില്ല. സാധാരണ ആൾക്കാരൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ആരും ഉണ്ടാവാത്ത ഒരു കാലഘട്ടമാണ്, ശരിയല്ലേ? അപ്പോൾ അത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട്
ഫീൽ ചെയ്യും. അപ്പോൾ ബിസെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്ട്രേഞ്ച് അല്ലെങ്കിൽ അൺയൂഷ്വൽ നമുക്ക് ലിങ്ക് ചെയ്യാം. അടുത്ത സിനോണിം അഗ്രവേറ്റ്. അഗ്രവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് വേഴ്സ് എന്നുള്ളതാണ് മീനിങ്. എന്താണ് അഗ്രവേറ്റ്? ടു മേക്ക് വേഴ്സ്, അതായത് വഷളാക്കുക, സ്ഥിതി വഷളാക്കുക. അപ്പോൾ അഗ്രവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് വേഴ്സ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രവേറ്റിനകത്തുള്ള വെയിറ്റ്, അതായത് വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് എടുക്കുക കേട്ടോ. അഗ്രവേറ്റിനകത്തുള്ള വെയിറ്റിനെ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് എടുക്കുക. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്ഥിതിയൊക്കെ വഷളാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്താൽ മതി. അഗ്രവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് വേഴ്സ്. അടുത്ത സിനോണിം നോക്കാം, എഫ്ലുവൻറ്റ്. എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്തി എന്നുള്ളതാണ് മീനിങ്. വെൽത്തി അതായത് ഭയങ്കര റിച്ച്, ആ ഒരു മീനിങ്, ഭയങ്കര കാശുള്ളവർ, ആ ഒരു മീനിങ് ആണ് എഫ്ലുവൻ്റ് എന്നുള്ളത്. അപ്പോൾ എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്തി ആണല്ലോ. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ മിക്കവാറും കുറച്ച് വെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്തിയാണ്, അതായത് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരെല്ലാവരും മിക്കവാറും നല്ല വെൽത്തി ആയിരിക്കും. അങ്ങനെ ലിങ്ക് ചെയ്യാം. അടുത്ത സിനോണിം നോക്കാം, ഏലിയൻ. ഏലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോട്ടിക് എന്നുള്ളതാണ് മീനിങ്. ഏലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോട്ടിക്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഏലിയനൊക്കെ നമുക്കറിയാം എന്താണ്, അന്യഗ്രഹജീവി നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മുടെ എർത്തിലില്ലാത്ത, അതായത് പുറത്തുനിന്ന് വരുന്ന ഒരു ജീവിയാണ്. നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുതന്നെയാണ് ഏലിയൻ. അടുത്ത സിനോണിം നോക്കാം, റെസ്റ്റീവ്. റെസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഈസിയാണ് കേട്ടോ. റെസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഈസി. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസ്റ്റ് ചെയ്യാന്ന് ആലോചിക്കുക. റസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുരുമ്പിക്കുക അല്ലേ. അപ്പോൾ തുരുമ്പിച്ച ഒരു സാധനം, അതായത് എന്തെങ്കിലും നട്ടോ ബോൾട്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ഒരു സാധനം തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അത്ര എളുപ്പമൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ലിങ്ക് ചെയ്യാം. റെസ്റ്റീവ്. റെസ്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റസ്റ്റിനെ കുറിച്ച് ആലോചിക്കുക, റസ്റ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ റെസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അൺഈസി, എളുപ്പമല്ലാത്തത്. റെസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഈസി. അടുത്ത സിനോണിം നോക്കാം, റിങ്. WRING ആണ് കേട്ടോ, RING അല്ല, WRING. റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റ് എന്നാണ് അർത്ഥം കേട്ടോ. ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്വിസ്റ്റ് ചെയ്ത് വെക്കുക എന്നൊക്കെ നമ്മൾ പറയും. രണ്ട് വയറ് തമ്മിൽ ട്വിസ്റ്റ് ചെയ്ത് വെക്കുക, ആ ഒരു മീനിങ്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ഒരു കോഡ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. റിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വയറിങ് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. വയറുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു വയറിൻ്റെ മുകളിൽ വേറൊരു വയർ ഇങ്ങനെ വെച്ചിട്ട് ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ റിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ട്വിസ്റ്റ് ആലോചിക്കുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് സിനോണിം നോക്കാം, മെനസ്. മെനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ദാറ്റ് ക്യാൻ കോസ് സീരിയസ് ഡാമേജ്. എ പേഴ്സൺ ഓർ എ തിങ് ദാറ്റ് ക്യാൻ കോസ് സീരിയസ് ഡാമേജിനെയാണ് നമ്മൾ പറയുന്നത് മെനസ് എന്ന് പറയുന്നത്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെനസ് എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ മൈനസ് എന്ന് ആലോചിക്കുക. ഒരേപോലെയല്ലേ നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം മെനസ് എന്ന് പറയുമ്പോൾ മൈനസ് എന്ന് ആലോചിക്കുക. ഇനി ആരെയാണ് നമ്മൾ മൈനസ് ചെയ്യാൻ പോകുന്നത്? ആരെയാണ് നമ്മൾ ലൈഫിൽ നിന്ന് മാറ്റാൻ പോകുന്നത്? അതായത് നമ്മൾക്ക് ദൂഷ്യം ചെയ്യുന്ന ആരെങ്കിലും, ശരിയല്ലേ? എ പേഴ്സൺ ഓർ എ തിങ് ദാറ്റ് ക്യാൻ കോസ് സീരിയസ് ഡാമേജ്. നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാക്കുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് മൈനസ് ചെയ്യുന്നത്, അതായത് മെനസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പം മെനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഓർ എ തിങ് ദാറ്റ് ക്യാൻ കോസ് സീരിയസ് ഡാമേജ്. അടുത്ത സിനോണിം നോക്കാം, സ്ലാൻഡർ. സ്ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡീഫെയിം. ടു ഡീഫെയിം എന്ന് പറഞ്ഞാൽ എന്താ? അപകീർത്തിപ്പെടുത്തുക കേട്ടോ. എന്താണ്? അപകീർത്തിപ്പെടുത്തുക. അപ്പോൾ സ്ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡീഫെയിം എന്നുള്ളതാണ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? ഡീഫെയിം, അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ചാഞ്ഞ മരത്തിലൊക്കെ ആൾക്കാർ ഓടിക്കയറുക. അപ്പോൾ നിങ്ങൾ സ്ലാൻഡർ എന്ന് പറയുമ്പോൾ സ്ലാൻഡ് ചെയ്യുക, അതായത് ചാഞ്ഞ് നിൽക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതേപോലെ തന്നെ സ്ലാൻഡർ എന്ന് പറയുമ്പോൾ ചാഞ്ഞ് നിൽക്കുക. അപ്പോൾ ആ ചാഞ്ഞ് നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? ആൾക്കാർ അപകീർത്തിപ്പെടുത്താൻ നോക്കും, അതായത് അതിൻ്റെ മുകളിൽ ഓടിക്കയറാൻ നോക്കും. അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്തോളൂ. അപ്പോൾ സ്ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡീഫെയിം, അതായത് അപകീർത്തിപ്പെടുത്തുക. അടുത്ത സിനോണിം നോക്കാം, ഇന്നസെൻറ്റ്. ഇന്നസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻജനസ് എന്നുള്ളതാണ് മീനിങ്. എന്താണ്? ഇൻജനസ്. അപ്പോൾ ഇന്നസെൻറ്റിൻ്റെ അർത്ഥം എന്താ? അതായത് നിഷ്കളങ്കൻ, ആ ഒരു മീനിങ് അല്ല ഇന്നസെൻ്റ് എന്ന് പറയുന്നത്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഷ്കളങ്കനായിട്ടുള്ള ആൾക്കാർ ഒരു പ്രത്യേക ജനസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ആലോചിക്കുക. ഇൻജനസിനകത്തുള്ള ജനസ്, അങ്ങനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഇൻജനസിനകത്തുള്ള ജനസ് മാത്രം എടുക്കുക. അപ്പോൾ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻജനസ് ആണ്, അതായത് കുറച്ച് ജനസിലുള്ള ആൾക്കാർ മാത്രമേ ഇന്നസെൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ, അതായത് നിഷ്കളങ്കരായിട്ടുണ്ടാവുള്ളൂ. നെക്സ്റ്റ് സിനോണിം നോക്കാം,
റീകാൽസിട്രൻറ്റ്. റീകാൽസിട്രൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൊബീഡിയൻ്റ് എന്നുള്ളതാണ് മീനിങ്. അതായത് ഒബേ ചെയ്യാത്ത ഒരാൾ, അയാളെയാണ് നമ്മൾ ഡിസൊബീഡിയൻ്റ് എന്ന് പറയുന്നത്. ശരിയാണല്ലോ. അപ്പോൾ റീകാൽസിട്രൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഡിസൊബീഡിയൻറ്റ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് റീകാൽ, ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. വലിയ വേർഡിനെ ഞാൻ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. റീകാൽ അല്ലെങ്കിൽ റീകോൾ എന്ന് ആലോചിക്കാം കേട്ടോ. റീകോൾ, എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൻ്റെ അർത്ഥം എന്താ? വീണ്ടും എന്നുള്ളൊരു മീനിങ് അല്ലേ. റീഡു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് വീണ്ടും. അപ്പോൾ റീകോൾ അതായത് വീണ്ടും വീണ്ടും വിളിക്കുക എന്ന് നിങ്ങൾ വിചാരിക്കുക. റീകോൾ അതായത് വീണ്ടും വിളിക്കുക, വീണ്ടും വീണ്ടും ഒരു കാര്യം പറയുക. ആരോടാണ് പറയുന്നത്? ഡിസൊബീഡിയൻ്റ് ആയിട്ടുള്ള ഒരാളോടായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും ഒരു കാര്യം പറയുന്നത്. ശരിയാണല്ലോ. അപ്പോൾ റീകാൽസിട്രൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഡിസൊബീഡിയൻറ്റ്. ക്ലിയർ ആണോ? അടുത്ത സിനോണിം നോക്കാം. എലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലാൻഡ് എന്നുള്ളതാണ് മീനിങ് കേട്ടോ. എലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലാൻഡ്. അതായത് നമ്മൾ പറയാറുണ്ട്, ഫ്ലൈറ്റൊക്കെ പറയാറുണ്ട് ഇല്ലേ. ഫ്ലൈറ്റിലൊക്കെ എന്താ പറയുന്നത്? ടേക്ക് ഓഫ് ആണ്. അതേപോലെ തന്നെ എലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യുക. അതായത് ഫ്ലൈറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് എലൈറ്റ് വരുന്നത്. അപ്പോൾ എലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലാൻഡ് എന്നുള്ളതാണ് മീനിങ്. ബ്രൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുറി എന്നുള്ളതാണ് മീനിങ്. ബ്രൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ പരിക്കേറ്റു, ആ ഒരു മീനിങ് ആണ് ഇഞ്ചുറി എന്ന് പറയുന്നത് കേട്ടോ. അതെങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും? നമുക്കറിയാം ബ്രൂസ് ലീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈറ്ററിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിയല്ലേ? അപ്പോൾ ബ്രൂസ് ലീയുടെ ഇടിയൊക്കെ കിട്ടി കഴിയുമ്പോൾ എന്ത് പറ്റും? ഇഞ്ചുറി ഉണ്ടാവും. അങ്ങനെ ലിങ്ക് ചെയ്തോളൂ. അപ്പോൾ ബ്രൂയിസ് എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ്? ഇഞ്ചുറി. നെക്സ്റ്റ് സിനോണിം നോക്കാം. എഡപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ട് എന്നുള്ളതാണ് മീനിങ്. എഡപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ട്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതായത് ഡെപ്തിൽ നോളേജ് ഉള്ള ഒരാൾ എക്സ്പേർട്ട് ആയിരിക്കുമല്ലോ. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ എഡപ്റ്റിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഡെപ്ത് എടുക്കുകയാണ്. സ്പെല്ലിംഗ് ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. എഡപ്റ്റിനകത്തുള്ള ഡെപ്ത് മാത്രം എടുക്കുക. അപ്പോൾ ഡെപ്തിൽ നോളേജ് ഉണ്ട്. അങ്ങനെ ഒരാളെ നമ്മൾ എന്താ പറയുക? എക്സ്പേർട്ട് എന്നല്ലേ. അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്യാം. എഡപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ മീക്കാണ്. മീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമ്പിളാണ്. ഹമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? സൗമ്യമായിട്ടുള്ള, ശാന്തമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് അല്ലേ. നല്ല വിനയമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഹമ്പിൾ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആലോചിക്കുക? മീക്ക് എന്ന് പറയുമ്പോണ്ടല്ലോ മൈക്ക് എന്ന് ആലോചിക്കാമല്ലോ. മൈക്ക് അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ മൈക്കിൻ്റെ ഒക്കെ മുമ്പിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ശരിക്കുള്ള സ്വഭാവം ഒന്നും ഒരിക്കലും നമ്മൾ കാണിക്കുന്നത് അല്ല. നമ്മൾ നല്ല സൗമ്യമായിട്ട് നല്ല ശാന്തമായിട്ടൊക്കെ നമ്മളവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ ആലോചിക്കുക കേട്ടോ. മീക്ക് എന്ന് പറയുമ്പോൾ ഹമ്പിൾ, വിനയമുള്ള എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. മൈക്ക് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് വൺ റോയാണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാറൽ, തല്ല് പിടിക്കാന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ RAW എന്നുള്ളത് പലർക്കും അറിയായിരിക്കും. WWFൽ തല്ലുപിടുത്തം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അല്ലെങ്കിൽ ഓരോ റോയിലൊക്കെ ഇരുന്ന് കുട്ടികൾ തല്ല് പിടിക്കാറുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ ക്വാറൽ, തല്ല് പിടിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. നെക്സ്റ്റ് വൺ മ്യുണ്ടെയിൻ ആണ്. മ്യുണ്ടെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി അല്ലെങ്കിൽ ഡൾ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഓർഡിനറി അതായത് എന്താ പറയുക, സാധാരണമായിട്ടുള്ള ആ ഒരു മീനിങ് ഒക്കെയാണ് മ്യുണ്ടെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതെങ്ങനെ നമ്മൾ ആലോചിക്കുക എന്ന് വെച്ചാൽ നമുക്ക് മ്യുണ്ടെയിൻ എന്ന് പറയുമ്പോൾ മുണ്ട് ആലോചിക്കാമല്ലോ. അപ്പോൾ ഓർഡിനറി മുണ്ടാണെന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക കേട്ടോ. മുണ്ടൊക്കെ എടുത്ത് ഓർഡിനറി മുണ്ടാണ്, അതേപോലെ തന്നെ ഇത്തിരി ഡള്ളായിട്ടുള്ള മുണ്ടായിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പം മ്യുണ്ടെയിൻ മീൻസ് ഓർഡിനറി, അതുപോലെ തന്നെ ഡള്ള്. അടുത്തത് ഇൻക്രെഡുലസ് ആണ്. ഇൻക്രെഡുലസ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ് കേട്ടോ. ഡൗട്ട്ഫുൾ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വൺ ബൗൾഡർ. ബോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവ് റോക്സ് ആണ്. അതായത് വലിയ വലിയ റോക്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോൾഡർ എന്ന് പറയുന്നത്. എങ്ങനെ ആലോചിക്കണം എന്ന് വെച്ചാൽ ഈ ബോൾഡർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഷോൾഡർ എന്ന് ആലോചിച്ചൂടെ? നമ്മുടെ ഷോൾഡർ, വലിയ വലിയ പാറക്കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഷോൾഡറിൽ പിടിച്ചിട്ട് പോകാന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ബോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവ് റോക്സ് ആണ്. സ്പെൽ എന്ന് പറഞ്ഞാൽ മാജിക് ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, ഓർക്കുക. സ്പെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേഗം ഒന്ന് ഓർത്ത്. മീക്ക് എന്ന് പറഞ്ഞാൽ മൈക്കിന് മുമ്പിൽ പോയി കഴിയുമ്പോൾ നമ്മൾ നല്ല ഹമ്പിളാവും. റോ എന്ന് പറയുമ്പോൾ തല്ലുപിടിക്കും, ക്വാറൽ. മ്യുണ്ടെയിൻ ഓർഡിനറി മുണ്ടാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഇൻക്രെഡുലസ് ഡൗട്ട്ഫുൾ ആണ്. ബോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവ് റോക്സ് ആണ്. വലിയ കല്ലുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഷോൾഡറിൽ വയ്ക്കുമെന്ന് ആലോചിക്കാം. സ്പെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ഇൻഫ്ലുവൻസ്. നെക്സ്റ്റ് നോക്കാം. ഇംപെഡിമെൻ്റ് ആണ്. ഇംപെഡിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരിയർ ആണ് കേട്ടോ. ബാരിയർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തടസ്സം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇംപെഡിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരിയർ. അപ്പോൾ എങ്ങനെ ആലോചിക്കുക? അപ്പോൾ ചെറിയൊരു കണക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വണ്ടി ഓടിച്ചൊക്കെ പോണ സമയത്ത് ഇപ്പോൾ ഏതെങ്കിലും കൊക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബോർഡും കാര്യങ്ങളും അല്ല, ഒരു ബാരിയർ പോലെ ഒരു വേലിയൊക്കെ കെട്ടി അവിടെ വെച്ചിട്ടുണ്ടാവും.
അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടിയല്ലേ, അല്ല നമ്മളെങ്ങാനും വണ്ടി അതിലേക്ക് മറിയോന്നോ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു പേടി കേട്ടോ. അപ്പോൾ ഇംപെഡിമെൻ്റ് എന്ന് പറയുമ്പോൾ മീൻസ് ഇറ്റ് ഇസ് ബാരിയർ. ഓക്കെ, ഒരു തടസ്സം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ പേടിയാണ് നമുക്ക് മെൻ്റലി എന്നുള്ള രീതിയിൽ ഇംപെഡിമെൻറ്റ് എന്നുള്ളത് ഓർക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഷാക്കിളാണ്. ഷാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടേജ് ആണ്. ബോണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്വം എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഷാക്കിൾ ഇറ്റ് മീൻസ് ബോണ്ടേജ്. അപ്പോൾ അടിമത്വം, അപ്പോൾ ചെറിയൊരു കണക്ഷനാണ്. ഷാക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചാക്കിലാണെന്നൊക്കെ വിചാരിക്കാം. ചാക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടിമയുടെ പോലെയൊക്കെ ആവും എന്നുള്ള രീതിയിൽ, അടിമത്വം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ഇസ് ടെതർ. ടെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോപ്പാണ്, നമ്മുടെ കയറാണ് കേട്ടോ. ടെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോപ്പ്. അപ്പോൾ നമുക്കറിയായിരിക്കും ഈ ഒരു വാക്ക് നമ്മൾ കുറച്ച് ഫെമിലിയർ ആയിരിക്കും. ടെതറിങ് മൊബൈലിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്, നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ടെതറിങ് എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു കണക്ഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ റോപ്പാണെങ്കിലും എന്താ പറയുക, കണക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ടെതർ മീൻസ് ഇറ്റ് ഇസ് റോപ്പ്. അടുത്തത് സ്ലംബറാണ്. സ്ലംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്ലീപ്പ്, അതായത് ഉറക്കം വരുന്ന, മയങ്ങുന്ന എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് സ്ലംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്, സ്ലംബർ എന്ന് പറയുമ്പോൾ സ്ലം എന്നുള്ള വാക്ക് നമുക്ക് എടുക്കാം അല്ലേ. ചേരിയിലൊക്കെ ആൾക്കാർ കിടന്ന് ഉറങ്ങുക എന്നുള്ള രീതിയിൽ, ഉറങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ സ്ലംബർ എന്ന് പറഞ്ഞാൽ ടു സ്ലീപ്പാണ്. നെക്സ്റ്റ് നോക്കാം, വെക്സ് ആണ്. വെക്സ് എന്ന് പറഞ്ഞാൽ ഫീൽ അനോയ്ഡ് അല്ലെങ്കിൽ വറീഡ്, ഭയങ്കരമായിട്ട് വറീഡ് ആയിട്ടിരിക്കുക, ഭയങ്കരമായിട്ട് അനോയ്ഡ് ആയിട്ടിരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചെറിയൊരു കണക്ഷനാണ്. അതായത് ഇപ്പോൾ ചില ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഭയങ്കരമായിട്ട് വറി ഇതൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് വിക്സോ അല്ലെങ്കിൽ അമൃതാഞ്ജനൊക്കെ എടുത്ത് നെറ്റി പറ്റണ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ വെക്സ് എന്ന് ആലോചിക്കാം, നമുക്ക് വിക്സ് ആലോചിക്കാം. ഇത്തിരി വറീഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് വിക്സ് എടുത്ത് പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് വെക്സ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അടുത്തത് റാത്താണ്. റാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ആങ്കർ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, ഭയങ്കര ദേഷ്യം വരിക, അതൊക്കെയാണ് നമ്മൾ റാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ചെറിയൊരു കണക്ഷനാണ്. റാത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ വറുത്ത് എന്നുള്ള രീതിയിൽ എടുക്കാം. വറുത്ത് നമുക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോൾ നമ്മൾ ഭയങ്കര ചൂടായിട്ടെല്ലാം അങ്ങനെ വറുത്തെടുക്കും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. റാത്ത് മീൻസ് ഇറ്റ് ഇസ് എക്സ്ട്രീം ആങ്കർ, ഭയങ്കര ദേഷ്യം. അപ്പോൾ റാത്ത് പറഞ്ഞപ്പോഴാണ് റീത്തിൻ്റെ സ്പെല്ലിംഗ് ഓർമ്മയുണ്ടോ? WREATH ആണ് കേട്ടോ, റീത്ത്. റീത്ത് നമുക്ക് പലർക്കും ഈ W വെച്ചിട്ടാണെന്നുള്ളൊരു ഓർമ്മയുണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. റീത്ത് WREATH എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇംപെഡിമെൻറ്റ് നമ്മൾ പഠിച്ചു, ബാരിയർ ആണ്. ബാരിയർ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാവും മെൻ്റലി. അപ്പോൾ പേടി മെൻ്റ് എന്നുള്ളതൊക്കെ നമ്മൾ കണക്ട് ചെയ്തു കേട്ടോ. ഷാക്കിൾ ബോണ്ടേജ്, ടെതർ റോപ്പ്, സ്ലംബർ ടു സ്ലീപ്പാണ്. ചേരിയിലൊക്കെ നമ്മൾ ഉറങ്ങുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വെക്സ് വറീഡ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. റാത്ത് എക്സ്ട്രീം ആങ്കർ. നെക്സ്റ്റ് വൺ നോക്കാം, എൽവ്സ് ആണ്. എൽസ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്സ് ആണ് കേട്ടോ. പലർക്കും അറിയായിരിക്കും എൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റ്സ് എന്നൊക്കെ ഒരു മീനിങ്ങാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആലോചിക്കുക, ഈ നമ്മൾ ഈ എല്ലൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഇത്തിരി പേടിയല്ലേ. അപ്പോൾ അങ്ങനെ സ്പിരിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പ്രേതവും അതൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ എൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലൊക്കെ ആലോചിക്കാം കേട്ടോ. EL. അപ്പോൾ സ്പിരിറ്റ്സ് എന്നുള്ളത് ആലോചിക്കാം. ആമിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ആണ്. അപ്പോൾ ആമിയബിൾ എന്നൊക്കെ നമുക്കറിയാലോ. ആമിയബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി എന്നുള്ളൊരു മീനിങ് ഒക്കെ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ആമിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്. നെക്സ്റ്റ് വൺ ഇസ് റാപ്പ്. റാപ്പ് എന്ന് പറഞ്ഞാൽ കവർ. നമ്മളെപ്പോഴും പറയുന്നതാണ് ബുക്കൊക്കെ റാപ്പ് ചെയ്യൂ അല്ലെങ്കിൽ ഗിഫ്റ്റ് കവർ റാപ്പ് ചെയ്യൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ടു കവർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്തത് ഫ്ലിക്കാണ്. ഫ്ലിക്ക് എന്ന് പറഞ്ഞാൽ മൂവിയാണ് കേട്ടോ. ഫ്ലിക്ക് മൂവി, നമ്മൾ നെറ്റ്ഫ്ലിക്സ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പം ഫ്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിയാണ്. ഇനി അത് ഓർക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മൂവിയൊക്കെ കാണുന്ന സമയത്ത് ചില ഫ്ലിക്കറിങ് വരും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് പെൻസീവ്ലി മീൻസ് തോട്ട്ഫുള്ളി. എക്സാമിനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കും അല്ലേ. നമ്മുടെ പെന്നൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. പെൻസീവ്ലി മീൻസ് ഇറ്റ് ഇസ് തോട്ട്ഫുള്ളി. അടുത്ത് നോക്കാം, പൗണ്ട് ആണ്. പൗണ്ട് എന്ന് പറഞ്ഞാൽ ടു സ്ട്രൈക്ക് റിപ്പീറ്റഡ്ലി വിത്ത് ഫോഴ്സ്, അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് പൊടിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അതാണ് പൗണ്ട്. അത് ഓർത്ത് വെച്ചേക്കുക. ടു സ്ട്രൈക്ക് റിപ്പീറ്റഡ്ലി വിത്ത് ഫോഴ്സ് ആണ് പൗണ്ട്. അപ്പോൾ എൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ആലോചിക്കും. എല്ലൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രയത്നമൊക്കെ ആലോചിക്കുന്ന രീതിയിൽ സ്പിരിറ്റ്സ് ആലോചിക്കുക. ആമിഗോ ഫ്രണ്ട് ആണ്. റാപ്പ് എന്ന് പറഞ്ഞാൽ ടു കവർ. ഫ്ലിക്ക് എന്ന് പറഞ്ഞാൽ മൂവി. പെൻസീവ്ലി തോട്ട്ഫുള്ളി തിങ്ക് ചെയ്യും അല്ലേ. പെനൊക്കെ വെച്ചിട്ട് തിങ്ക് ചെയ്യും, തോട്ട് എന്നൊക്കെ ആലോചിക്കുക. പൗണ്ട് എന്ന് പറഞ്ഞാൽ ടു സ്ട്രൈക്ക് റിപ്പീറ്റഡ്ലി വിത്ത് ഫോഴ്സ്. നെക്സ്റ്റ് ഒന്ന് നോക്കാം,
സൾട്രൈ എന്ന് പറഞ്ഞാൽ വെരി ഹോട്ട് ആൻഡ് അൺകംഫർട്ടബിൾ ആണ്. അതായത് ഭയങ്കര ചൂടേറിയിട്ടുള്ള, നമ്മൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് സൾട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചെറിയൊരു കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൾട്രൈ എന്ന് പറയുമ്പോൾ ഞാനിവിടെ സാൽ ട്രീ എന്ന് എടുക്കുകയാണ്. സാൽ ട്രീ ഇല്ലേ, സാൽ മരം എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പം സള്ളിന് പകരം യുക്ക് പകരം എ എടുത്തു, പിന്നെ ട്രീന്ന് എടുത്തു. അപ്പോൾ ഈ സാൽ മരത്തിൻ്റെ ഒക്കെ മുകളിലൊക്കെ കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും കംഫർട്ടബിൾ അല്ല, അതുപോലെ തന്നെ മരത്തിൻ്റെ മുകളിലല്ലേ കയറിയിരിക്കുന്നത്, അപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. സൾട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹോട്ട് ആൻഡ് അൺകംഫർട്ടബിൾ ആണ്. ഹാഗിൾ മീൻസ് ഇറ്റ് ഇസ് ബാർഗെയിൻ, അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്കിലൊക്കെ ആലോചിക്കാം അല്ലേ, വളയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ബാർഗെയിനും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഹാഗിൾ മീൻസ് ഇറ്റ് ഇസ് ബാർഗെയിൻ. അടുത്തത് സ്റ്റിങ്ക് ആണ്. സ്റ്റിങ് എന്ന് പറയുന്നത് അൺപ്ലസൻ്റ് ആണ്. അൺപ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലിനെയൊക്കെയാണ് നമ്മൾ സാധാരണ സ്റ്റിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്രാഗ്രൻസിൻ്റെ ആൻറ്റോണിയമാണ് സ്റ്റിങ് എന്ന് പറയുന്നത്. നമ്മളെങ്ങനെ കണക്ട് ചെയ്തിരുന്നേ, അതായത് നമുക്ക് ദുർഗന്ധം അതൊക്കെ എവിടെ ഉണ്ടാവണേ, നമ്മുടെ സിങ്കിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിങ് കിട്ടുമല്ലോ ദുർഗന്ധമായിട്ട്. അപ്പോൾ സ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് സ്റ്റിങ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, സാൽവർ ആണ്. സാൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേ. അത് നമ്മൾ ചായയൊക്കെ കൊടുക്കുന്ന ട്രേ ഇല്ലേ, ആ ഒരു മീനിങ് ആണ് കേട്ടോ. സാൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേ ആണ്. അപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സാൽവർ എന്ന് പറയുമ്പോൾ നമുക്ക് സൽവാർ എന്നൊക്കെ ആലോചിക്കാമല്ലോ അല്ലേ. പെണ്ണൊക്കെ കാണാൻ പോകുന്ന സമയത്ത് സൽവാറൊക്കെ ഇട്ടിട്ട് ട്രേയിലൊക്കെ ചായ കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ സാൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽവാർ ആലോചിക്കുക. അപ്പോൾ മീനിങ് എന്താണ്? ട്രേ. വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിക്കം വീക്ക് ഇൻ സ്ട്രെങ്ത്. ഓക്കെ, വെയിൻ എന്ന് പറഞ്ഞാൽ ടു ബിക്കം വീക്ക് ഇൻ സ്ട്രെങ്ത്, നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ വീക്ക് ആവുക എന്നുള്ളൊരു മീനിങ് ആണ് വെയിൻ. അപ്പോൾ നമുക്കതിന് ഈ വെയിൻ എടുക്കാം അല്ലേ, ഞരമ്പ് എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് വെയിൻ എന്ന് പറയുമ്പോൾ ഈ വെയിൻ ആലോചിക്കാം കേട്ടോ. അപ്പം ഞരമ്പ്, അതായത് ഞരമ്പൊക്കെ തെളിഞ്ഞൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ ഒട്ടും ശക്തിയില്ല, ഭയങ്കര വീക്കാണ്, ഞരമ്പ് പോലെയായി എന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. വെയിൻ മീൻസ് ടു ബിക്കം വീക്ക് ഇൻ സ്ട്രെങ്ത്. നെക്സ്റ്റ് ഇസ് എറ്റിക്വറ്റ്. എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയറിനാണ് നമ്മൾ പറയുന്നത് എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. എങ്ങനെ ആലോചിക്കുക, അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എത്തിയിട്ട് ക്വയറ്റായിട്ട് ഇരുന്നു ആലോചിക്കുക കേട്ടോ. എത്തിയിട്ട് ആരെങ്കിലും ഇവിടെ നിന്നൊക്കെ എത്തിയിട്ട് ക്വയറ്റായിട്ടിരുന്നു, അപ്പം എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുകയാണല്ലോ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, എത്തിയിട്ട് ക്വയറ്റായിട്ടിരിക്കുക. അപ്പോൾ സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, കിട്ടുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. സൾട്രി എന്ന് പറയുമ്പോൾ നമ്മൾ സാലറി ആലോചിക്കും, അതിൻ്റെ മുകളിൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ്. ഹാഗിൾ എന്ന് പറയുമ്പോൾ ബാങ്കിൾ, ബാർഗെയിൻ. സ്റ്റിങ്ക് അൺപ്ലസൻറ്റ് ആയിട്ടുള്ള സ്മെല്ല് നമ്മുടെ സിങ്കിലാണെന്ന് ആലോചിക്കുക. സാൽവർ എന്ന് പറയുമ്പോൾ 4 പേര് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. 4 പേരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ട്രേ കൊടുക്കണം എന്നുള്ള രീതിയിൽ, ട്രേയിൽ ചായ കൊടുക്കണം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. വെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെയിൻ ആലോചിക്കും കേട്ടോ. അപ്പം എന്താ പറയുക, ഞരമ്പ് പോലെ എന്നുള്ള രീതിയിലൊക്കെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു എന്നുള്ള രീതിയിൽ ആലോചിക്കാം. എറ്റിക്വറ്റ് എന്ന് പറയുമ്പോൾ എത്തി എന്നിട്ട് ക്വയറ്റായിട്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബിഹേവിയർ ആണ്, വലിയ പ്രശ്നവും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് നോക്കാം, ക്ലാമർ ആണ്. ക്ലാമർ എന്ന് പറഞ്ഞാൽ ടു ആസ്ക് ഫോർ, അതായത് ശരിക്കും പറഞ്ഞാൽ ബഹളം വെക്കുക, നിലവിളി കൂട്ടുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ ക്ലാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആസ്ക് ഫോർ എന്നുള്ളൊരു മീനിങ് ആണ്. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ആലോചിക്കാം. അപ്പോൾ നമ്മൾ ഭയങ്കര ഗ്ലാമർ ആണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയില്ലേ കുറച്ചും കൂടെ ഉറക്കെ പറയൂ, 4 ആൾക്കാർ കേൾക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വെറുതെ തമാശയ്ക്കൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ക്ലാമർ എന്ന് പറയുമ്പോൾ ഗ്ലാമർ ആലോചിക്കുക, അപ്പോൾ നിലവിളി കൂട്ടുക, ഉറക്കെ സംസാരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്, ടു ആസ്ക് ഫോർ കേട്ടോ. നെക്സ്റ്റ് ഇസ് ബസിൽ. ബസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറീഡ് ആൻഡ് എനർജറ്റിക് ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ബസ്സിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബസ് തന്നെ ഓർത്താൽ മതി അല്ലേ. നമ്മുടെ ബസ്സിൽ കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബസ്സിൽ കയറണമെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ധൃതിയൊക്കെ പിടിച്ച് വേഗം ബസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഹറീഡ് എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. നെക്സ്റ്റ് സ്റ്റംബിൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്താ? ട്രിപ്പ് ഓവർ, കാല് തട്ട് അല്ലെങ്കിൽ കാലിടറി വീഴുക എന്നുള്ളൊരു മീനിങ് ആണ് സ്റ്റംബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് സ്റ്റംപിൽ കാല് തട്ടി വീണു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അടുത്തത് ജനറസ് ആണ്. ജനറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലായിട്ട് മാർക്ക് കിട്ടുക എന്നൊക്കെ പറയില്ലേ, ധാരാളം എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ജനറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറൽ, അത് നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് കൂടുതൽ ക്ലാസ് ചെയ്യാം. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ടോപ്പിക്സുകൾ വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കുറേ ആൾക്കാർക്ക് നമ്മുടെ ചാനലിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഒന്ന് മാക്സിമം ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയും നേരം ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.